ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വരാക്ഷര ചിഹ്നം ഋ. ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം നമുക്ക് പഠിക്കാം. ഓക്കെ, ഋ എങ്ങനെ എഴുതാൻ പഠിച്ചത്? സ്വരാക്ഷരം ഓർക്കുന്നുണ്ടോ കൂട്ടുകാര്? ഋ എങ്ങനെ നമ്മൾ എഴുതി? ഇങ്ങനെ വന്ന് പിന്നീട് എന്തോ ചെയ്തു? ഇങ്ങനെ എഴുതി. ഓക്കെ, ഏതാ സ്വരാക്ഷരം ഋ. ഋഷി അല്ലേ? ഋ. അതിന്റെ ചിഹ്നം എങ്ങനെയാ? ശ്രദ്ധിച്ചു നോക്കിയേ. ഋ എന്നുള്ളതിന്റെ സ്വരാക്ഷര ചിഹ്നം ഇങ്ങനെ കാണുന്നുണ്ടോ? എങ്ങനെ എഴുതും? നമ്മൾ മുകളിന്ന്, ബാക്കിയൊക്കെ ഈയലൊക്കെ പഠിത്താഴ്ന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് വള്ളി, പിന്നെ സർക്കിൾ ഇട്ടിട്ട് വള്ളി അല്ലേ? അതൊക്കെയല്ലേ പഠിച്ചത്. ഇത് കുറച്ച് വ്യത്യാസ. ഋ എന്നുള്ളതിന്റെ ചിഹ്നം എങ്ങനെയാ വെച്ചാ ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെ മുകളിൽ നിന്ന് വന്നിട്ട് അകത്തോട്ട് ഒരു സർക്കിൾ കൊടുക്കാം. എങ്ങനെയാ? താഴെലോട്ടൊരു ലൈന്, എന്നിട്ട് അകത്തോട്ടൊരു സർക്കിൾ. ഇവിടുന്ന് ഇത്തിരി വളച്ചെടുത്ത് ഇങ്ങനെ ഋ എന്നുള്ളതിന്റെ ചിഹ്നം. ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം എങ്ങനെയാ വെച്ചാല് മുകളിൽ നിന്ന് ഇത് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക. വളച്ച് കുറച്ച് ലൈന് താഴെലോട്ട് ആക്കിയിട്ട് അകത്തോട്ട് ഒരു സർക്കിള്. ഋ അല്ലേ? നമ്മൾ ഊ ചിഹ്നം എങ്ങനെ പഠിച്ചത്? ഇങ്ങനെ വന്ന് ഇങ്ങനെ. പക്ഷെ ഋ ചിഹ്നം എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങനെ വളച്ച് താഴെലോട്ട് വന്ന് ഇവിടുന്ന് അകത്തോട്ട് ഒരു സർക്കിള്. ഓക്കെ ആണോ? ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഋ പ്ലസ് ഋ എന്തായി മാറും? ക പ്ലസ് ഋ. നമ്മൾ കായിന് എന്തോ ചെയ്യണം? ഋ ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ ആദ്യം എന്തോ ചെയ്യാം? നമ്മള് ക ഋ ചിഹ്നം എന്തായി മാറി? കൃ. എങ്ങനെയാ വായിക്കും അപ്പം? കൃ. റൂ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ അവിടെ വരും. ഋ ചിഹ്നം വരുമ്പോ ആ ഒരു അക്ഷരത്തിന്റെ കൂടെ ഏത് പ്രൊനൗൺസിയേഷൻ? റൂ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ അവര് വരുക. കൃ അല്ലെ? ഋ എന്നല്ല ഇവിടെ വരുന്നു പ്രൊനൗൺസിയേഷൻ. ഏതാ? ക് പ്ലസ് ഋ. എങ്ങനെയാ വരുക? കൃ. എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ അവിടെ വരും. അടുത്ത് നോക്കിയാട്ടെ. ച് പ്ലസ് ഋ. ചായ എന്തായി മാറും? ചായന് നമ്മള് ഋ ചിഹ്നിട്ട് കൊടുത്തു. ചായ എന്തായി മാറി? ചൃ അല്ലേ? ട് പ്ലസ് ഋ. ചായ ടായ എന്തായി മാറും? ഋ അല്ലെ? അവിടെ ഒരു ഋ എന്നുള്ള പ്രൊനൗൺസിയേഷൻ കേൾക്കുന്നില്ല നിങ്ങള്? ഏതാ? ഋ എന്നുള്ള സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം വരുമ്പോ കേട്ടോ. ഋ. അടുത്ത നോക്കിയാട്ടെ. പ്ലസ് ഋ. തായ് എന്തായി മാറും? തായിന് നമ്മള് ഋ ചിഹ്നിട്ട് കൊടുത്തു. എന്തായി? ഋ. അടുത്ത നോക്കിയാട്ടെ. പ്ലസ് ഋ എന്തായി മാറിപ്പാ? ഋ. കാണുന്നുണ്ടോ താഴെ എഴുതിയേ? ഓക്കെ, ഏതാ? ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം. ക് പ്ലസ് ഋ കൃ. ച് പ്ലസ് ഋ ചൃ. ട് പ്ലസ് ഋ ഋ. ത് പ്ലസ് ഋ തൃ. പ് പ്ലസ് ഋ പൃ. ഒരു അക്ഷരത്തിന്റെ കൂടെ ഋ ചിഹ്നം വരുമ്പോ അക്ഷരം ചേർത്ത് എങ്ങനെ വായിക്കും? കൃ പൃ തൃ തൃ. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കുറച്ച് വാക്കുകൾ വായിച്ചു നോക്കാം. ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം വരുന്ന നൃത്തം. നൃത്തം അവിടെ എന്തായി? നായിനോട് കൂടി ഋ ചിഹ്നം വരുന്നു. അപ്പൊ നാ എങ്ങനെ വായിച്ചു? നൃത്തം. വൃക്ഷം.
മൃഗം. മൃഗം. ഇവിടെ മാവിനോട് ഋ ചിഹ്നം വരുമ്പോ ജോയിൻ ചെയ്ത് എങ്ങനെ വായിച്ചു? മൃഗം. കൃഷി. കൃഷി. ക്ലിയർ അല്ലേ? ഋ സ്വരാക്ഷരത്തിന്റെ ഋ ചിഹ്നം ഒരക്ഷരത്തിന്റെ കൂടെ വരുമ്പോ എങ്ങനെ വായിക്കൂ? നായിന്റെ കൂടെ വന്നപ്പോ എങ്ങനെ വായിച്ചു? നൃ. കായിന്റെ കൂടെ വന്നപ്പോ എങ്ങനെ വായിച്ചു? കൃ. ഒരു ഋ എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ നമുക്ക് അവിടെ വരും. മൃഗം, വൃക്ഷം. ഓക്കെ, മനസ്സിലായോ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.